ഈ കസ്റ്റമർ എന്ത് റിക്വയർമെൻറ്റുമായിട്ടാണ് നോവയെ അപ്രോച്ച് ചെയ്യുന്നത്? കസ്റ്റമറിൻ്റെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു 25,000 രൂപ കറണ്ട് ബില്ല് വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല പുള്ളിക്ക് ക്വാളിറ്റി കൺസേണും ആയിരുന്നു ആൾ. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം നോവ ഏതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെ സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾ 5 വർഷത്തെ വിത്തൗട്ട് കോസ്റ്റ് നമ്മൾ ഒരു പൈസ പോലും വാങ്ങിക്കാതെ തന്നെയാണ് കസ്റ്റമറിന് ഞങ്ങളുടെ വാറൻറ്റി കൊടുക്കുന്നത്. അത് 5 വർഷം വരെയും കാണും ആ സർവീസ്. അത് മാത്രമല്ല നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത് 15 കൊല്ലം വരെ സ്റ്റാൻഡേർഡ് വാറൻറ്റി ഉള്ളതാണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം അതിനുണ്ടായി കഴിഞ്ഞാൽ അതിന് സർവീസ് അല്ല ഉള്ളത്, അത് റീപ്ലേസ്മെൻ്റ് ആണ്. പിന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന റിന്യൂസസിൻ്റെ പാനൽസ് അതെല്ലാം എല്ലാ പാനൽസിനും കിട്ടുന്ന കണക്ക് തന്നെ നമുക്ക് 12 വർഷം പ്രോഡക്റ്റ് വാറൻറ്റി, അത് കണക്ക് 30 വർഷം പെർഫോമൻസ് വാറൻറ്റിയാണ് കിട്ടുന്നത്. നോവ എങ്ങനെയാണ് മറ്റ് കമ്പനികളുമായിട്ട് ഡിഫറെൻ്റ് ആവുന്നത്? ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ഞങ്ങളുടെ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. അതുമാത്രമല്ല കസ്റ്റമറിൻ്റെ മാക്സിമം 100% സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്ത് പോകുന്നതിലല്ല കാര്യം, അതിന്റെ ആഫ്റ്റർ സെയിൽസ് പ്രോപ്പറായി എങ്ങനെ കൊടുക്കുന്നു എന്നതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമേഴ്സിന്റെ റെഫറൻസും ഫീഡ്ബാക്കും ഞങ്ങളെ പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. കൺവെൻഷണൽ സ്ട്രിംഗ് ഇൻവേർട്ടേഴ്സിനെ അപേക്ഷിച്ച് മൈക്രോ ഇൻവേർട്ടേഴ്സ് ബെറ്റർ ആണെന്ന് പറയാൻ കാരണം എന്താ? കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ഇൻവേർട്ടേഴ്സ് വരുമ്പം ഓരോ പാനലിൻ്റെ അടിയിലും ഓരോ മൈക്രോ ഇൻവേർട്ടേഴ്സ് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഷെയ്ഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ ആ പാനൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി എല്ലാ പാനലും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ആ ഒരു പാനൽ മാത്രമേ ആ ഷെയ്ഡ് ബാധിക്കുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഇൻവേർട്ടേഴ്സ് നേരത്തെ ഓണാവും, അതായത് രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഓണാവും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു മിനിമം വോൾട്ടേജ് മതി ഓണാവാനായിട്ട്. അതേപോലെ തന്നെ വൈകിട്ട് താമസിച്ച് ഓഫ് ആവുകയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നോർമൽ സ്ട്രിംഗ് ഇൻവേർട്ടേഴ്സിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ, അതായത് ഒരു 25% എക്സ്ട്രാ എഫിഷ്യൻസി നമുക്ക് മൈക്രോ ഇൻവേർട്ടേഴ്സിൽ നിന്ന് കിട്ടും. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പാനൽ മോണിറ്ററിംഗ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഓരോ പാനൽസിനെ നമുക്ക് സിംഗിളായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പാനൽ ഷെയ്ഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് തന്നെ സിസ്റ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ വൈഫൈയോടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് തന്നെ ഏതൊക്കെ പാനൽസിന് എന്തൊക്കെ ഷെയ്ഡ് വരുന്നുണ്ട്, ഏതൊക്കെ പാനൽസ് എത്ര പ്രൊഡക്ഷൻ തരുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് നോർമൽ സ്ട്രിംഗ് ഇൻവേർട്ടേഴ്സിലുള്ളത് നമ്മൾ ടോട്ടലായിട്ടുള്ള യൂണിറ്റ് പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് അറിയാനായിട്ട് പറ്റും. അതായത് ഒരു വീട്ടിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്തു, അന്നേ ദിവസം എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് നോർമൽ ഇൻവേർട്ടറിൽ അറിയാനായിട്ട് പറ്റും. മൈക്രോ ഇൻവേർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോ ഇൻവേർട്ടറിൽ നമ്മൾ എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര ഇമ്പോർട്ട് ചെയ്തു, വീട്ടിലേക്ക് എത്ര ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിസ്റ്റം നമുക്ക് കാണിച്ചു തരുന്നതാണ്. സ്ട്രിംഗ് ഇൻവേർട്ടറിൽ എന്തുകൊണ്ടാണ് നമ്മൾ യൂസേജിന്റെ ഡേറ്റാസ് ഒന്നും ഇത്ര ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത്? അതായത് കൺസപ്ഷൻ സൈഡും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡിലും നമ്മൾ CTs ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ CTs ആഡ് ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ എക്സ്പോർട്ട്, ഇമ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ സോളാർ ഇൻസ്റ്റലേഷനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ വീട്ടിലേക്ക് സോളാർ എത്തിക്കാനും നോവോ എനർജി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്.